തന്റെ വണ്ടിയിലെടുത്ത് ഇതവിടെ എന്റെ കപ്പേരട്ടാ. ഇന്നലെ ഓടി ആട്ടോള്ളോ പ്രാതം വരെ പിടിച്ചു. പിന്നെ ആ മേടയുടെ താക്കോലൊന്നും കിട്ടോ മതായി ചേട്ടാ? അയ്യോ, അത് ഇസ്താക്കിയാണ് എന്റെ കയ്യിലാ. അണ്ണൻ നാട്ടുകാരെയും കൂട്ടി അച്ഛനെ സ്വീകരിക്കാൻ പള്ളിയിലോട്ട് പോയേക്കുവാ. ആണോ? നമുക്ക് അങ്ങോട്ട് പോവാം. കൂടുതൽ കുളിരണ്ട. കുത്ത് കിട്ടിയ അച്ഛനും കിട്ടിയതാ ആദ്യം ഇതുപോലെ ഒരു സ്വീകരണം. ഇറങ്ങാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മിടുക്കനായ ഒരു കൊച്ചു കിളുന്തച്ഛനെ നമ്മുടെ ഇടവകയുടെ വികാരിയായി കിട്ടിയിരിക്കുകയാണ്. അച്ഛന്മാരെ ഇന്ന് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരോട് അനുസരണയും കൂറും പുലർത്തുകയും ചെയ്യുന്ന നമ്മുടെ അഭിമാനമായ കലിപ്പുക്കര ഇടവകയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ നാമത്തിലും എന്റെ വ്യക്തിപരമായ നാമത്തിലും ഞാൻ ഈ അച്ഛനെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിമേടയുടെ താക്കോൽ നൽകിക്കൊണ്ട് അച്ഛനെ ഞാൻ ഈ ഇടവകയിലേക്ക് വലുത് പള്ളിയുടെ താക്കോല. ഇനി തന്നെ രണ്ടും ഞാൻ സൂക്ഷിച്ചോളാം. ഇവര് ദുഷ്ടന്മാരാണോ അതോ പൊട്ടന്മാരാണോ? ഒന്ന് പോടാ അവിടെ നിന്ന്. നല്ല തങ്കപ്പെട്ട മനുഷ്യരാ. നീ കണ്ടതല്ലേ? നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. ശരി. സംഗതി കൊള്ളാം. എന്നാലും ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണമല്ലോ കേപ്പക്കൂട്ടാ. നമുക്ക് ആ പൊട്ടന്മാരോട് പറയാം. അവരെന്നിട്ട് അപ്പട്ടപ്പൊന്ന് ശരിയാക്കി തരും. അച്ചോ, സ്വീകരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരായിരുന്നു. ഇപ്പഴെനിക്കൊന്ന് സമാധാനമായിരുന്നു. അച്ഛ ഒന്നും കൊണ്ടും പേടിക്കണ്ട, സകല കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ആ കുർബാന ഒന്ന് വലിയ മാത്രം മതി. ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അതും ചെയ്യും. ഇവിടുത്തെ മാർപ്പാപ്പയാ. അപ്പോഴേ അച്ചോ, ഈ മാല, ബൊക്കെ, പടക്കം എല്ലാം കൂടി ഒരു 4500 രൂപ. ഈ പടക്കത്തിനൊക്കെ എന്നാ വിലയാച്ചോ? ഇത് പൊട്ടിച്ചു കളയാതെ പൂട്ടി വെച്ചോ. എന്നതാ നമ്മുടെ അച്ഛനല്ലേ? ഇതെല്ലാം നമ്മുടെ പിള്ളേരാച്ചോ. എത്രയാടാ പോയി? നമ്മുടെ ഇടവകയല്ലേ, ഇസ്താക്കിയണതിന് പറഞ്ഞാൽ മതി. ഓ, അതെന്നാ പറച്ചില്ലാടാ. ഇടവക വേറെ, കണക്ക് വേറെ. നിനക്ക് എത്ര വേണമെന്ന് വെച്ചാ പറയടാ പോയി. 1500 തന്നാ മതി. അച്ഛ എന്നാ ആദ്യം അവരെ അങ്ങ് പിരിച്ചു വിട്ടേക്ക്. ഒരു 1500 കൊടുത്തേക്ക്. അല്ല, അത് സ്വീകരണത്തിന്റെ. അല്ലാണ്ട് അച്ഛനെ സ്വീകരിച്ചിന് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതരണോ? അതാ അച്ഛാ ഈ ഇടവകയുടെ ഒരു രീതി. കൊടുത്താട്ടെ. ബാക്കി തരാൻ ചേഞ്ച് ഇല്ലല്ലോ. ഓ, അതൊക്കെ അടുത്ത ബാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് നീ പൊക്കോ. ചെല്ല്. എബിച്ച വിഷമിക്കേണ്ടെന്ന്. അച്ഛന്റെ കാശില്ലാന്ന് എനിക്കറിയാൻ മേലയോ. ഇത് വച്ചോ. ഈ നാട്ടുകാർക്ക് മുഴുവൻ കാശിന്റെ അത്യാവശ്യം വന്നാൽ സഹായിക്കുന്നത് ഞാനാ. പിന്നെ അച്ഛനൊരാവശ്യം വന്നാൽ ഞാൻ തരാതിരിക്കോ? പിന്നെ ഈ 10,000 പടക്കത്തിന്റെയും മാലയുടെയും 4500 ചേർത്ത് റൗണ്ടാക്കി ഒരു 15,000 രൂപ. അച്ഛനൊന്ന് ഓർത്തു വച്ചോണേ. അച്ഛന്റെ സ്റ്റൈഫൻഡ് ഇത് മാസാമാസം ഞാൻ പിടിച്ചോളാം. പിന്നെ ഞാൻ ഒരു ഇത്തിരി പലിശ എടുക്കുക അച്ഛനൊന്നും തോന്നരുത്. എന്നാ പറഞ്ഞ ഇറക്കട്ടെ.
ആ അച്ചോ വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കണമെങ്കിൽ വർക്കിൽ നിപ്പുണ്ട്, അവനെ കൊണ്ട് നമുക്ക് ഇറക്കിപ്പിക്കാം. വേണ്ട ചേട്ടോ, ഞങ്ങൾ ഇറക്കിക്കോളാം. അതെ ഞങ്ങൾ ഇറക്കി. അയ്യ, അവന് പൈസ ഒന്നും കൊടുക്കണ്ടെന്ന്, അവൻ നമ്മുടെ ആളാ. അവൻ കാർലോസ് അച്ഛനെ കുത്തിയവനാ. അതിന്റെ ചമ്മലും ഉണ്ടാ അവൻ അച്ഛൻ മാലയിടാനൊന്നും അങ്ങോട്ട് വരാതിരുന്നത്. ഞാൻ പറഞ്ഞാൽ അനുസരിക്കാത്തവരായിട്ട് ഈ കലിപ്പിക്കരയിൽ ഒറ്റ മനുഷ്യരിൽ, പ്രത്യേകിച്ച് വർക്കിയും ടൈഗറും വിശ്വസ്തരാ രണ്ടും. എന്താടാ മത്തായി, നിനക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടായിരുന്നു? ഓ അച്ചോ പറഞ്ഞോ അല്ലേ, സൂക്ഷിച്ചോണേ പള്ളിയുടെ താക്കോല്. ഓ ഏതായാലും അച്ഛൻ ഭാഗ്യവാന്. വന്ന ഉടനെ കൈക്കാരന്റെ പറ്റുബുക്കെ കയറിയല്ലോ.